ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നത് കേട്ടോ. എന്തെന്ന് വെച്ചാൽ കുറച്ച് നാളായിട്ട് ഞാൻ കുറേ വീഡിയോസിലായിട്ട് ഇടുന്നുണ്ട്, എനിക്ക് സുഖമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെല്ലാം കണ്ടതുപോലെ തന്നെയാണ്. ഞാൻ ഓൾറെഡി 3 ആഴ്ചയായിട്ട് സ്കൂളിൽ നിന്നൊക്കെ ലീവ് എടുത്ത് ഞാൻ വീട്ടിലെ റെസ്റ്റിലാണ്. ഇപ്പോൾ ഓക്കെ അല്ല. നാളെ പോയിട്ട് MRI സ്കാനിങ് ചെയ്യണം. ഞാൻ മുമ്പൊരു എൻ്റെ ഫസ്റ്റ് ഇതുപോലെ ഞാനൊരു വീഡിയോ എടുത്തപ്പോൾ ഞാനത് പറഞ്ഞ CT സ്കാനിങ് എന്ന് പറഞ്ഞായിരുന്നു. അത് മാറിപ്പോയതാണ്. MRI സ്കാനിങ്ങാണ് എടുക്കുന്നത്. അപ്പോൾ MRI സ്കാനിങ് എടുക്കാനായിട്ട് നാളെ പോകുന്നുണ്ട്. അപ്പോൾ കുറേ അടുത്ത് വിളിച്ച് ചോദിച്ചു. കാരണം നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ഞാൻ കാണിച്ചത് നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ അതെടുക്കത്തില്ല, പുറത്തുനിന്ന് എടുക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് പ്ലാസ്റ്റർ ഇട്ടിട്ട് 10 ദിവസം കഴിഞ്ഞ് വന്നാണ് പുറത്തുനിന്ന് MRI എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ തന്നെ വിളിച്ചൊക്കെ ചോദിച്ചു. വേറെ 1-2 അടുത്തെല്ലാം ചോദിച്ചപ്പം എല്ലായിടത്തും 5000-ന് മുകളിലാകുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കിപ്പോൾ ആ ഒരു റേറ്റിലൊന്നും എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ ആദ്യം കാണിച്ച സ്ഥലത്ത് തന്നെ, അതായത് ഞാൻ അൽരീഫ് ഹോസ്പിറ്റലിലാണ് ആദ്യം കാണിച്ചത്, അമ്പലത്തറ. അപ്പോൾ അവിടെ തന്നെ അത് MRI സ്കാനിങ് എടുക്കുന്നുണ്ട്. 4000 എന്നാണ് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ആ ഒരു റേറ്റിൽ അവിടെ ചെയ്തു തരും, അങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നാളെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അതായത് നവംബർ 22-ാം തീയതി, ഇന്ന് 21, നാളെ 22-ാം തീയതി നാളെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നാളെ അവിടെ ഒരു 3 മണിക്ക് ശേഷമാണ് ചെല്ലാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരാഴ്ച ഫുള്ള് ചേട്ടൻ ജോലിക്ക് പോയില്ല. ആ സമയത്ത് എനിക്ക് തീരെ വയ്യായിരുന്നു നടക്കാൻ. ഈ പ്ലാസ്റ്റർ ഇട്ടതിൻ്റെ ബുദ്ധിമുട്ടും നടക്കാനുള്ള ബുദ്ധിമുട്ടും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അപ്പോഴൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ട് ചേട്ടൻ ഒരാഴ്ച ഫുൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ആഴ്ച തൊട്ടാണ് ജോലിക്ക് പോയത്. അപ്പോൾ ജോലിക്ക് പോകാതിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അത് വേറെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച പോയി. അപ്പോൾ നാളെ 3 മണിക്ക് ശേഷം പോകാനുള്ള കാരണമെന്ന് വെച്ചാൽ രാവിലെ എങ്കിൽ ചേട്ടന് ജോലിക്ക് പോയാൽ ഉച്ചയാകുമ്പോഴത്തേക്കും തിരിച്ച് വരും, എന്നിട്ട് പോകാമെന്നാണ് ഇപ്പോഴത്തെ പ്ലാനിങ്. ഇനി നാളെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം ചില സ്ഥലങ്ങളിൽ അവർ വെളുപ്പിന് ചെന്ന് ഉച്ചയ്ക്ക് ഇറങ്ങുമ്പോൾ അവർ സമ്മതിക്കത്തില്ല. അവർക്ക് 8 മണി തൊട്ട് 5 മണി വരെ ഉള്ളതായിരിക്കും അവർ നോക്കുന്നത്. ചില സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ പറഞ്ഞ അവർ രാവിലെ നമ്മൾ വെളുപ്പിന് 6 മണിക്കൊക്കെ ചേട്ടന് ജോലിക്കൊക്കെ പോയാൽ ഉച്ചയ്ക്ക് 2 മണിക്കൊക്കെ അവർ റെസ്റ്റ് എടുക്കാതെ, അതായത് ഉച്ചയ്ക്ക് ഉണ്ണാൻ ഇറങ്ങാതെ രാവിലത്തെ കാപ്പി മാത്രം കഴിച്ചിട്ട് ഒരു 11 മണിക്കകത്ത് കാപ്പിയൊക്കെ കുടിച്ചിട്ട് 2 മണി വരെയൊക്കെ ഇത് ജോലി ചെയ്ത് വരുന്നൊരു ഇതുമുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിലൊന്നും അത് അവരെ സമ്മതിക്കാറില്ല. ചിലയിടങ്ങളിൽ മാത്രമേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സമ്മതിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള കാര്യം നാളെ പോയിട്ട് വന്നതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറയാൻ. പിന്നെ ഞാൻ ഒരു 3-4 ഒരാഴ്ചയോളം വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ കൂടുതലായിട്ടും ഇതുപോലെ ഇവിടെ ചേട്ടൻ ഇപ്പോൾ എങ്ങനെയാണ് എന്നെ നോക്കി അതുപോലെ തന്നെയായിരുന്നു വീട്ടിലെ അമ്മയും. എണീക്കാൻ സമ്മതിക്കില്ല. അത്യാവശ്യം ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടി മാത്രം കഴിക്കത്തുള്ളായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു, കൈ കഴുകാനായിരുന്നു എനിക്കൊരു പാത്രത്തിൽ വെള്ളം എൻ്റെ അടുത്ത് കൊണ്ട് തരുമായിരുന്നു. പക്ഷെ അത് കണ്ടിട്ടായിരിക്കും ചേട്ടൻ ഇവിടെ വന്ന് ഒരാഴ്ച ഇന്ന് വരെ അങ്ങനെയാണ്. ചേട്ടൻ ഉള്ളപ്പോഴത്തേക്കും ഫുഡ് കഴിച്ചിട്ട് കൈ കഴുകാനൊക്കെ തൊട്ടടുത്തോട്ട് തന്നെ കൊണ്ടുതരും. അപ്പോൾ അമ്മ തന്നെയാണ്, ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് എങ്ങനെയാണോ അമ്മ എങ്ങനെയാണ് കെയർ ചെയ്തത് അതുപോലെ തന്നെയാണ് ഇവിടെ വന്നിട്ട് ചേട്ടൻ എന്നെ കെയർ ചെയ്യുന്നത്. പിന്നെ വീട്ടിൽ ഞാൻ തീരെ പ്ലാസ്റ്റർ ഇട്ടിട്ട് വീട്ടിൽ പോകാൻ ഞാൻ ഇവിടെ നിൽക്കാൻ കാര്യമെന്ന് വെച്ചാൽ എൻ്റെ അനിയൻ്റെ വൈഫ് 2ാമത് പ്രസവിച്ചു. അപ്പം പെൺകുഞ്ഞാണ്, മോളാണ് ജനിച്ചത്. അപ്പോൾ ആ അമ്മയ്ക്ക് അവിടെ പോകണം, മിക്കുവിനെ നോക്കണം, പിന്നെ അതിൻ്റെ കൂടെ എന്നെയും കൂടെ നോക്കാനായിട്ട് അമ്മയെ കൊണ്ടും പറ്റത്തില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അവിടെ നിൽക്കാതെ ഇങ്ങ് തന്നെ പോകുന്നത്. ഇവിടെ ആകുമ്പം കുഴപ്പമില്ലല്ലോ, എപ്പോഴും ഇതുപോലെ അവിടെ ഉള്ളതുപോലെ തന്നെ ഇവിടെ എപ്പോഴും അശ്വിനിയുണ്ട് കൂടെ. പിന്നെ ഫോൺ വിളിച്ച ബീനയായിരുന്നാലും സ്നേഹമായിരുന്നാലും മാളുമായിരുന്നാലും ഓടി എൻ്റെ അടുത്തോട്ട് വരും. അശ്വിനി എപ്പോഴും എൻ്റെ വിളിപ്പുറത്തുണ്ടല്ലോ, ആ ഒരു ധൈര്യമുണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഉള്ള എല്ലാവരും നമ്മൾ എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് വിളിച്ച് എല്ലാവരും വരുന്നവരാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല. പിന്നെ അമ്മ ഉണ്ട്. അമ്മ 2-3 ദിവസം പിന്നെ അമ്മയുടെ അമ്മ സുഖമില്ലാത്തതുകൊണ്ട് അവിടെയായിരുന്നു. പിന്നെ ഇങ്ങ് വരും, അങ്ങും ഇങ്ങും ഒക്കെ ആയിട്ട് അമ്മ അങ്ങനെ കഴിയണം. ഇപ്പം 4-5 ദിവസമായിട്ട് അമ്മ തന്നെയാണ് എന്നെ നോക്കുന്നത്. ഫുഡെല്ലാം വെച്ച് തരുന്നത് എല്ലാം അമ്മയാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യം.
അപ്പോൾ എൻ്റെ അമ്മയ്ക്കെന്ന് വെച്ചാൽ അവിടെയും ഇത് ടോമിയുടെ വൈഫിനെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ നോക്കണം. പിന്നെ എന്നെയും കൂടെ ആകുമ്പോഴത്തേക്ക് അമ്മയ്ക്കും അത് പറ്റത്തില്ല. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മറ്റേ വീട്ടിൽ വന്നാൽ അഞ്ചുവിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഹോസ്പിറ്റലാവുന്ന സമയത്ത് മിക്കുവിനെ എടുക്കാനായിരുന്നാലും കൊണ്ടുപോകാനായിരുന്നാലും ആരുമില്ലല്ലോ, ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ എന്നെ നിർബന്ധിച്ചു അങ്ങ് ചെല്ലാനായിട്ട്. പ്ലാസ്റ്റർ ഇട്ട സമയത്ത് അങ്ങ് വീട്ടിലോട്ട് വന്ന് വിളിച്ച് തന്നെ ഞാൻ പിന്നെ പോയില്ല. പറ്റത്തില്ല എനിക്ക്. കാരണം ഒന്നാമത്തെ കാര്യം എബി ഇവിടെ ഞാൻ കൂടെ ഇല്ലെങ്കിൽ ഭയങ്കര ഉഴപ്പാണ്. പഠിക്കാൻ പോകുന്ന കാര്യത്തിന് എല്ലാത്തിനും ഭയങ്കര ഉഴപ്പാണ്. ഒന്നും പറഞ്ഞാലും ചേട്ടാ അധികം അവനെ വഴക്കൊന്നും പറയത്തൊന്നുമില്ല. പക്ഷെ ഞാനാണെങ്കിൽ ഇച്ചിരി വഴക്കൊക്കെ പറഞ്ഞ് അവനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ ഓരോന്ന് ചെയ്യിപ്പിക്കും. പക്ഷെ ചേട്ടനായിരുന്നില്ല അവൻ ചെയ്യും. കാരണം ഞാൻ കൂടെ ഇല്ലാത്തപ്പോൾ അവനെ വഴക്ക് പറഞ്ഞ് അവനത് ഏത് രീതിയിൽ എടുക്കുമെന്നുള്ളൊരു വിഷമമുള്ളത് കൊണ്ട് ചേട്ടനും അവനെ അങ്ങനെ അധികം വഴക്കോ ഒന്നും പറയാറുമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ നിൽക്കാം. ഞാനും അങ്ങും ആകുമ്പോൾ ചേട്ടനും അതൊരു വിഷമം, ഞാൻ എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു അങ്ങനൊരു വിഷമം വരും. മറ്റേത് വീട്ടിലാകുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും അമ്മയെ വിളിച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിച്ച് സംസാരിക്കും, കാര്യങ്ങളൊക്കെ തിരക്കും, അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്നത്. ഇപ്പോഴാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഇത് പ്ലാസ്റ്റർ ഇട്ടേക്കുന്ന ലൂസാവുന്ന സമയം നമുക്ക് കാണാൻ പറ്റും. എൻ്റെ കാലെല്ലാം എന്തോ ഒരു രീതിയിലൊക്കെയാണ് ഇരിക്കുന്നത്. എനിക്ക് തന്നെ അതിൻ്റെ കണ്ടിട്ട് തന്നെ ഒരു വല്ലാത്തൊരു ഫീലിങ്സാണ്. അത് നമ്മുടെ സ്കിന്നെല്ലാം ഒരു വല്ലാതെ ഡ്രൈ ആയി ഒരു എന്തെന്ന് പറയുക ആ രീതിയിലായിരിക്കും. ഇപ്പം നാളെ എന്തായാലും പ്ലാസ്റ്റർ അഴിച്ച് കുളിക്കണം, നന്നായിട്ടൊന്ന് കുളിക്കണം. കാരണം ഇത്രയും ദിവസം വരെയും ഒരു ചെയറിട്ടിരുന്ന് അതിൻ്റെ പുറത്ത് ഈ വയ്യാത്ത കാലെടുത്ത് ബക്കറ്റ് കമഴ്ത്തി വെച്ച് അതിൻ്റെ പുറത്ത് കാല് വെച്ച് ബാക്കിയുള്ള ഭാഗം നനയാതെ എങ്ങനെയൊക്കെ കുളിച്ചു. നാളെ വേണമെന്ന് ഇതെല്ലാം അഴിച്ചിട്ട് നന്നായിട്ട് കുളിക്കണം. പിന്നെ ഹോസ്പിറ്റലിലോട്ട് പോകുമ്പം നേരത്തെ ഞാൻ ഉപയോഗിച്ചിരുന്ന ആ ബാൻഡേജ് ബെൽറ്റ് ഇടണം കാലിൽ. അതിടുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ, നടക്കാനൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ് അതിടുമ്പോൾ. എന്തായാലും അതൊക്കെ ഇട്ടിട്ട് വേണം നാളെ പോകാനായിട്ട്. ഇനി MRI സ്കാനിങ് ചെയ്യുമ്പോൾ ഉള്ള റിസൾട്ട് എന്താവും എന്നൊരു ടെൻഷൻ എനിക്കുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ഓൾറെഡി ഒരു മാസത്തോളം ഞാൻ ലീവ് എടുത്തു. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് എനിക്കും ഉണ്ട്, സ്കൂളിലും ഉണ്ട്. കാരണം ഒരാളും ഇല്ലാതാവുമ്പോഴത്തേക്കുള്ള ബുദ്ധിമുട്ട് നല്ലതുപോലെ അവിടെ അനുഭവിക്കുന്നുണ്ട്, അവിടുത്തെ ടീച്ചേഴ്സായിരുന്നാലും ആൻറ്റിമാരായിരുന്നാലും. അപ്പോൾ എനിക്ക് പോകാൻ പറ്റുന്നതിൻ്റെ വിഷമം എനിക്കും ഉണ്ട്. സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ക്യാഷില്ല, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് എനിക്കും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് അടുത്ത മാസം തന്നെ സ്കൂളിലോട്ട് പോകണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ഇനി എന്താവും എന്നുള്ള കാര്യം എനിക്കറിയില്ല. പിന്നെ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും ഞാൻ MRI എടുത്ത് വന്നതിന് ശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.